ഇതിൻ്റെ കുറച്ച് മുരിങ്ങാപ്പൂ കിട്ടിന്, അപ്പം അതിനെ കൊണ്ട് തോരൻ ഉണ്ടാക്കാം. ഇതിന് മുരിങ്ങാപ്പൂവിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് 2 മുട്ടേൻ്റെ അടുത്ത്. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര ആളുണ്ടോ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും 2 പച്ചമുളകാണ് എടുത്ത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നോക്കാം. ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് ഇനി കുറച്ച് കടുക് ഇടണം. ചെറിയൊരു വാട്ടം വാടി കഴിയുന്നതാണ് മുട്ട തോരൻ. മഞ്ഞപ്പൊടി ഇട്ടിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് അധികമായിട്ടുണ്ട്. ഞാൻ കുരുമുളക് പൊടി ഇട്ടത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഉണ്ടാക്കി പച്ചമുളക് ചേർക്കണം. കുറച്ചും കൂടി മഞ്ഞപ്പൊടിയുടെ കളർ കുറവാണ്, കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർക്കണം. ഇതിൻ്റെ അകത്ത് ഉള്ളി ചേർത്തിന്, 2 മുട്ടയും ചേർത്തിന്. 1 ഉള്ളിയാണ് എടുത്ത്, നമുക്ക് അത്രയേ വേണ്ടു. അതുകൊണ്ട് ചിലർക്ക് അളവ് കൂടുന്നതിനനുസരിച്ച് ഉള്ളിയെല്ലാം കൂട്ടിയെടുക്കുക. തേങ്ങയും ഞാൻ തേങ്ങ കുറച്ച് കൂട്ടിയെടുക്കും. മുട്ടയും 2 ഞാൻ എടുത്തിട്ടുണ്ട്. പൂവ് കുറവലാണ്, അതിനനുസരിച്ച്. ഇത് മുട്ടയും പൂവാകുമ്പോൾ ഒരേ കളറിൽ കാണാൻ ഭംഗി, നല്ല ഭംഗിയുണ്ട്. മുട്ട തിന്നുന്ന പോലെ ഉണ്ടാവും പൂവിനൊക്കെ. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പണ്ടല്ല. പിന്നെ മുരിങ്ങേൻ്റെ പൂവ്, കുഞ്ഞില്, തോട്ടപ്പയറിൻ്റെ നല്ല തിരുളെല്ലാം പോയി കഴിഞ്ഞിട്ട് എന്തെല്ലാം വീട്ടിൽ തന്നെ നമ്മളെല്ലാവരും കൊണ്ടുപോകുന്ന ഓരോന്നും പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാക്കും. ഇപ്പോൾ എല്ലാവരും എളുപ്പം വരും, വേഗം കടയിൽ നിന്ന് വാങ്ങത്തില്ല. നല്ല ടേസ്റ്റായിരിക്കും. മുരിങ്ങപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. മുട്ടയും കൂടി ചേർത്തുകൊണ്ട് ഒരേ കളറിലാണ്. എല്ലാ കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും തരിക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.